രാത്രിയുടെ നിശബ്ദതയിൽ മധ്യേന്ത്യയിലെ നിബിഡമായൊരു വനാന്തരം. 100-ലധികം ആളുകളടങ്ങുന്ന വലിയൊരു യാത്രാസംഘം കനത്ത യാത്രാക്ഷീണത്തോടെ വിശ്രമിക്കാൻ തമ്പടിക്കുന്നു. അവരുടെ സുരക്ഷയെ കരുതി വഴിമധ്യേ വെച്ച് പരിചയപ്പെട്ട അതീവ വിനയത്തോടെ സംസാരിക്കുന്ന ഏതാനും അപരിചിതരും അവർക്കൊപ്പമുണ്ട്. ഒന്നിച്ചു ഭക്ഷണം കഴിച്ചും കഥകൾ പറഞ്ഞും പരസ്പരം വിശ്വസിച്ചാണ് അവർ അവിടെ കഴിയുന്നത്. എന്നാൽ പാതിരാത്രിയിൽ പെട്ടെന്നൊരു രഹസ്യ കോടുവാക്ക് വായമേൽ മുഴങ്ങുന്നതോടെ വനം ഒരു നിശബ്ദ കുരുതിക്കളമായി മാറുന്നു. ഒരു തോക്കിന്റെ ശബ്ദമോ വാളുകളുടെ പോരാട്ടമോ എന്തിന്, ഒരു തുള്ളി രക്തച്ചൊരിച്ചിൽ പോലുമില്ലാതെ നിമിഷനേരം കൊണ്ട് ആ 100-ലധികം മനുഷ്യരും ശ്വാസം മുട്ടിച്ച് കൊല ചെയ്യപ്പെടുന്നു. പ്രഭാതമാകുമ്പോൾ ആ കാട്ടുപാതകൾ പൂർണ്ണമായും ശൂന്യമാണ്. അവിടെ കുറ്റകൃത്യം നടന്നതിന്റെ ഒരു തെളിവോ ഇരകളുടെ മൃതദേഹങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. തികച്ചും അദൃശ്യമായ രീതിയിൽ വായുവിൽ അലിഞ്ഞുപോയതുപോലെ ഒരു വലിയ യാത്രാസംഘം മുഴുവനായി ഇല്ലാതായിരിക്കുന്നു. ഇതൊരു സാങ്കൽപ്പിക കഥയോ ഹൊറർ സിനിമയുടെ രംഗങ്ങളോ അല്ല. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹൃദയഭാഗങ്ങളെ പൂർണ്ണമായും ഭീതിയിലാഴ്ത്തിയ കറുത്ത യാഥാർത്ഥ്യമാണിത്. വായുവിൽ അലിഞ്ഞുപോകുന്ന കൊലയാളികൾ എന്ന് അക്കാലത്ത് സാധാരണ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഥഗ്ഗി. എല്ലാവർക്കും ഇക്ലിപ്സ് സ്റ്റോറീസിന്റെ പുതിയൊരു ചരിത്ര അന്വേഷണത്തിലേക്ക് സ്വാഗതം. അതിശയോക്തികൾ നിറഞ്ഞ മിത്തുകൾക്കപ്പുറം ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ ചരിത്രത്തിലേക്കാണ് ഈ പരമ്പരയിലൂടെ നാം കടക്കുന്നത്. ഥഗ് തലവൻ ബെഹ്റാം, അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ വില്യം ഹെൻറി സ്ലീമാൻ, ഒടുവിൽ അന്വേഷണത്തിന് സഹായിയായി മാറിയ ഫെരീങ്ഖയുടെ യഥാർത്ഥ ചരിത്രമാണ് നമ്മളിതിൽ പരിശോധിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ഈ കൊലയാളി ശൃംഖലയെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ നമുക്ക് ആ ചരിത്രത്തിലേക്ക് കടക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിലും 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സമാനതകളില്ലാത്ത വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പ്രബലമായിരുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയും മറാത്ത ശക്തികളുടെ ആധിപത്യം ദുർബലമാവതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയൊരു ഭരണശൂന്യത സൃഷ്ടിച്ചു. ഇത്തരമേറെ സങ്കീർണമായൊരു പരിവർത്തന ഘട്ടത്തിലാണ് ഭാരതത്തിന്റെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന സെൻട്രൽ ഇന്ത്യ മേഖലകളിൽ മനുഷ്യ മനഃശാസ്ത്രത്തെ ഞെട്ടിക്കുന്നതും ഇന്നും വിശ്വസിക്കാൻ പ്രയാസവുമായ ചില അദൃശ്യ തിരോധാനങ്ങൾ തുടർച്ചയായി ആവർത്തിക്കാൻ തുടങ്ങിയത്. അക്കാലത്ത് സെൻട്രൽ ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന മധ്യേന്ത്യൻ പ്രദേശങ്ങൾ കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന കനത്ത വനങ്ങളാലും വന്യമൃഗങ്ങൾ നിറഞ്ഞ ദുർഘടമായ മലനിരകളാലും പൂർണ്ണമായും ചുറ്റപ്പെട്ടിരുന്നു. ഇന്നത്തെ പോലെ ആധുനികമായ യാത്രാ സൗകര്യങ്ങളോ കൃത്യമായി നിർമ്മിക്കപ്പെട്ട റോഡുകളോ ഇല്ലാതിരുന്ന ആ കാലത്ത് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കാട്ടുപാതകളും ഒറ്റയടിപ്പാതകളും മാത്രമായിരുന്നു വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ഏക ആശ്രയം. കനത്ത മരങ്ങൾ സൂര്യപ്രകാശത്തെപ്പോലും തടഞ്ഞു നിർത്തിയിരുന്ന ഈ വനങ്ങളിൽ കടുവകളും പുള്ളിപ്പുലികളും പോലുള്ള വന്യമൃഗങ്ങളുടെ നിരന്തരമായ സാന്നിധ്യവും ദിശ തെറ്റിക്കുന്ന കൊടും കാടുകളും കാരണം യാത്രകൾ എപ്പോഴും അതീവ അപകടം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടുതന്നെ സുരക്ഷയെ കരുതി ഒറ്റപ്പെട്ട യാത്രകൾ പരമാവധി ഒഴിവാക്കി നൂറുകണക്കിന് ആളുകൾ ഒത്തുചേരുന്ന വലിയ സംഘങ്ങളായി മാത്രമേ യാത്രക്കാർ ഈ കാട്ടുപാതകളിലൂടെ സഞ്ചരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നുള്ളൂ. ഈ അപകടകരമായ പാതകളിലൂടെ പ്രധാനമായും സഞ്ചരിച്ചിരുന്നത് ദൂരദേശങ്ങളിലേക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും സ്വർണ്ണ നാണയങ്ങളുമായി പോകുന്ന വലിയ കച്ചവടക്കാരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന തീർത്ഥാടകരും തങ്ങളുടെ വലിയ സമ്പാദ്യവുമായി ജന്മനാട്ടിലേക്ക് മടങ്ങുന്ന സൈനികരുമായിരുന്നു. ദൂരദേശങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്ന ഇത്തരം വലിയ സംഘങ്ങൾ കാരവാൻസ് എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഒരു പ്രദേശത്തു നിന്നും യാത്ര തിരിക്കുന്ന ഈ സംഘങ്ങൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരാൻ ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും നീണ്ടുനിന്നിരുന്നു. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന വിജനമായ വനങ്ങളിൽ ഇവർ തമ്പടിക്കുകയും രാത്രികാലങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വലിയ സുരക്ഷാ മുൻകരുതലുകളോടെ യാത്ര പുറപ്പെട്ട വലിയ സംഘങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താതിരിക്കുകയും വഴിമധ്യേ വെച്ച് യാതൊരുവിധ മുൻകൂട്ടിയുള്ള അടയാളങ്ങളോ തെളിവുകളോ അവശേഷിപ്പിക്കാതെ നിഗൂഢമായി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് ഒരു പതിവായി മാറി. തുടക്കത്തിൽ ഈ കൂട്ടത്തോടെയുള്ള തിരോധാനങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. യാത്ര തിരിച്ച ആളുകൾ വഴിമധ്യേ വെച്ച് കനത്ത കാടുകളിൽ വന്യമൃഗങ്ങളുടെ ആസൂത്രിതമായ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടാകാമെന്നോ അല്ലെങ്കിൽ അക്കാലത്ത് പടർന്നു പിടിച്ചിരുന്ന കോളറ പോലുള്ള മാരകമായ പകർച്ചവ്യാധികൾ പിടിപെട്ട് വനത്തിനുള്ളിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നോ ആണ് പൊതുവെ എല്ലാവരും ധരിച്ചിരുന്നത്.
കാരണം ഈ കാട്ടുപാലകളിൽ നിന്നും മൃതദേഹങ്ങളോ അവരുടെ വസ്ത്രങ്ങളോ അവർ സഞ്ചരിച്ച വാഹനങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 100-ലധികം ആളുകളടങ്ങുന്ന വലിയൊരു യാത്രാസംഘം കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന കാട്ടിൽ എവിടെയെങ്കിലും വെച്ച് ഒരു സൂചന പോലും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായി ഇല്ലാതായി പോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ കാലം കടന്നുപോകുന്തോറും തിരോധാനങ്ങളുടെ ആവൃത്തി വർദ്ധിച്ചതോടെ ഇതിനു പിന്നിൽ കേവലം ഒരു വന്യമൃഗ ആക്രമണമല്ല, മറിച്ച് മറ്റെന്തോ ഭീകരമായ മനുഷ്യ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന സംശയം ജനങ്ങളിലെയും അധികാരികളിലും ബലപ്പെടാൻ തുടങ്ങി. ഈ നിഗൂഢമായ തിരോധാനങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇന്നത്തെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ദുർഘടമായ വനമേഖലകളിലാണ്. പ്രത്യേകിച്ചും നർമ്മദാ നദീതീരത്തെ കനത്ത കാടുകളും വിന്ധ്യ സത്പുര പർവ്വതനിരകളിലെ ചെങ്കുത്തായ താഴ്വരകളും കൊള്ളക്കാർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഒരുക്കി നൽകിയത്. ദൂരദേശങ്ങളിൽ നിന്നും പെട്ടെന്ന് കാണാതാകുന്ന ആളുകളുടെ കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് വലിയ ആശങ്കയോടെ പ്രാദേശിക ഭരണാധികാരികളെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും സമീപിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നത്തിന്റെ ഭീകരത ഭരണകൂടത്തിന് ബോധ്യപ്പെടുന്നത്. വനപാതകളിലൂടെയുള്ള കച്ചവടവും യാത്രകളും അതീവ സുരക്ഷിതമല്ലാതായി മാറിയത് പ്രാദേശിക കമ്പോളങ്ങളെയും നികുതി പിരിവിനെയും പതുക്കെ ബാധിക്കാൻ തുടങ്ങിയത് ബ്രിട്ടീഷ് കമ്പനിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. കാണാതാകുന്ന ആളുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചതോടെ വനപാതകളെക്കുറിച്ചുള്ള കടുത്ത ഭീതി ജനങ്ങൾക്കിടയിൽ വൻതോതിൽ പടർന്നുപിടിച്ചു. മധ്യ ഇന്ത്യയിലെ വനങ്ങളിൽ മനുഷ്യരെ ജീവനോടെ വിഴുങ്ങുന്ന അദൃശ്യ രാക്ഷസന്മാരുണ്ടെന്ന രീതിയിലുള്ള വിചിത്രമായ കഥകളും അന്ധവിശ്വാസങ്ങളും നാട്ടിൻപുറങ്ങളിൽ അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി. ഇത്തരം കഥകൾ ജനങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ഇരട്ടിയാക്കി മാറ്റി. ആളുകൾ കൂട്ടത്തോടെ അല്ലാതെ യാത്ര ചെയ്യാൻ ഭയപ്പെടുകയും പലരും ജീവനിൽ കുതിച്ച് തങ്ങളുടെ ദൂരയാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. ചില വലിയ വ്യാപാരികൾ തങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സുരക്ഷിതമായി എത്തിക്കാൻ ആയുധധാരികളായ കാവൽക്കാരെ വലിയ തുക നൽകി കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ അത്തരം വലിയ സായുധ സംഘങ്ങൾ വനത്തിനുള്ളിൽ വെച്ച് തികച്ചും നിഗൂഢമായി അപ്രത്യക്ഷമാകുന്ന അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. മധ്യ ഇന്ത്യൻ പാതകളിലെ ഈ കടുത്ത അരക്ഷിതാവസ്ഥ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂടുതൽ ആശങ്കാകുലരാക്കാൻ തുടങ്ങി. കച്ചവട സംഘങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നത് കമ്പനിയുടെ വ്യാപാര വരുമാനത്തെയും കപ്പൽ മാർഗം ബ്രിട്ടനിലേക്ക് അയക്കേണ്ട ചരക്കുകളുടെ വിതരണത്തെയും നേരിട്ട് ബാധിച്ചു. അതിലുപരിയായി തങ്ങളുടെ സ്വന്തം സിവിലിയൻ ഉദ്യോഗസ്ഥരും ഭരണപരമായ കത്തുകളും നികുതിപണവും കൊണ്ടുപോകുന്ന ജീവനക്കാരായ ഡെക്ക് റണ്ണേഴ്സ് എന്ന തപാൽ ജീവനക്കാരും വനപാതകളിൽ വെച്ച് യാതൊരു തെളിവുമില്ലാതെ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളിയായി മാറി. തങ്ങളുടെ ആധുനിക സൈന്യത്തിന്റെ നിരീക്ഷണ വലയങ്ങളെപ്പോലും അതിവിദഗ്ധമായി മറികടന്ന് പ്രവർത്തിക്കുന്ന അദൃശ്യമായൊരു വലിയ കുറ്റകൃത്യശക്തി തങ്ങൾക്കെതിരെ വളർന്നു വരുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണപരമായ ചില സങ്കീർണതകൾ കുറ്റവാളികൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വലിയൊരു സഹായമായി മാറി. മധ്യ ഇന്ത്യൻ പ്രദേശങ്ങൾ പല ചെറിയ നാട്ടുരാജ്യങ്ങളായും പ്രാദേശിക ഭൂപ്രഭുക്കന്മാരുടെ സ്വതന്ത്ര അധികാര പരിധിയിലായും വിഭജിക്കപ്പെട്ടിരുന്നു. ഒരു പ്രദേശത്തെ കൊള്ളക്കാർ കുറ്റകൃത്യത്തിന് ശേഷം തൊട്ടടുത്ത മറ്റൊരു നാട്ടുരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് അതിവേഗം കടന്നുകളയുമായിരുന്നു. ഒരു രാജ്യത്തെ ഭരണാധികാരികൾക്ക് മറ്റൊരു രാജ്യത്തിന്റെ പരിധിയിൽ കടന്ന് അന്വേഷണം നടത്താൻ അക്കാലത്ത് അനുവാദമുണ്ടായിരുന്നില്ല. പ്രാദേശിക രാജാക്കന്മാരും ജമീന്ദാർമാരും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാതിരുന്നതും ചില അവസരങ്ങളിൽ അവർ കൊള്ളക്കാരിൽ നിന്നും വലിയ തോതിൽ പണം വാങ്ങി അവർക്ക് അഭയം നൽകിയിരുന്നതും ഈ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കി. ഈ വലിയ ക്രമസമാധാന പ്രശ്നം നേരിടാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യകാലങ്ങളിൽ തങ്ങളുടെ സായുധ സേനയെയും കുതിരപ്പടയെയും വനങ്ങളിലേക്ക് അയച്ച് വ്യാപകമായ പരിശോധനകൾ നടത്തിയിരുന്നു. പ്രധാന വനപാതകളിൽ കമ്പനി താൽക്കാലിക കാവൽ പുരകൾ ഏർപ്പെടുത്തുകയും തമ്പടിച്ചിരിക്കാൻ സാധ്യതയുള്ള കവർച്ചക്കാരെ പിടികൂടാൻ വലിയ തിരച്ചിലുകളും നടത്തുകയും ചെയ്തു. എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള ഈ ക്രൂരമായ സൈനിക നടപടികളൊന്നും തന്നെ യാതൊരുവിധ ഗുണവും നൽകിയില്ല. സൈനികർ തിരച്ചിൽ നടത്തുമ്പോൾ വനം തികച്ചും ശാന്തമായി കാണപ്പെടുകയും അവർ പരാജയപ്പെട്ട് തിരിച്ചുപോയ ഉടൻ തന്നെ പുതിയ തിരോധനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് കേവലം ഒരു കവർച്ച സംഘമല്ലെന്നും മറിച്ച് വലിയൊരു അദൃശ്യ സംഘടനയാണിതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. തുടർച്ചയായ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിൽ നിന്നും ഈ കൊള്ളക്കാരുടെ ആക്രമണ രീതി വളരെ പ്രത്യേകത നിറഞ്ഞതാണെന്ന് അന്വേഷകർക്ക് പതുക്കെ ബോധ്യപ്പെടാൻ തുടങ്ങി. സാധാരണ കൊള്ളക്കാർ യാത്രക്കാരെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കടുത്ത പോരാട്ടങ്ങളോ ആയുധങ്ങൾ ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങളോ വനപാതകളിൽ എവിടെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആയുധങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിൽ വെട്ടുകയോ കുത്തുകയോ ചെയ്തതിന്റെ രക്തക്കറയോ മറ്റ് തെളിവുകളോ ഇരകളുടെ ശരീരങ്ങളിൽ അവശേഷിച്ചിരുന്നില്ല.
ഇരകൾ യാതൊരുവിധ പ്രതിരോധവും ഉയർത്താൻ കഴിയാത്ത രീതിയിൽ വളരെ വേഗത്തിലും അതീവ നിശബ്ദമായും കൊല ചെയ്യപ്പെടുകയായിരുന്നു പതിവ്. ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ യാതൊരു തരത്തിലുള്ള പിടിവളിയുടെ തെളിവുകളോ വസ്ത്രഭാഗങ്ങളോ അവശേഷിപ്പിക്കാതിരിക്കാൻ അവർ കാണിച്ച ജാഗ്രത അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തി. കൊലപാതകങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവർ മറവു ചെയ്തിരുന്നത്. കാട്ടുപാതകളിൽ നിന്നും വളരെ ദൂരെയുള്ള വിജനമായ സ്ഥലങ്ങളിൽ വലിയ കുഴികളെടുത്ത് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ അടക്കം ചെയ്തു. മണ്ണിൽ കുഴിച്ചിടുന്നതിന് മുൻപ് ശരീരങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ മുറിവുകളുണ്ടാക്കിയിരുന്നു. മൃതദേഹങ്ങൾ ജീർണിക്കുമ്പോൾ വയറുവീർത്ത് മണ്ണ് മുകളിലേക്ക് ഉയരാതിരിക്കാനും കാട്ടുമൃഗങ്ങൾ മണം പിടിച്ചു വന്ന് കുഴികൾ തോണ്ടാതിരിക്കാനും വേണ്ടിയായിരുന്നു ഈ മുൻകരുതലുകൾ എടുത്തിരുന്നത്. കുഴികൾ മൂടിയ ശേഷം അതിന്റെ മുകളിൽ കാട്ടുചെടികളും ഉണങ്ങിയ ഇലകളും നിരത്തി ആ പ്രദേശം വനത്തിന്റെ സ്വാഭാവികതയിലേക്ക് അവർ തിരികെ കൊണ്ടുവന്നു. ഇത്തരം മികച്ച രീതികൾ കാരണം വർഷങ്ങൾ നീണ്ട് ഈ കൂട്ടക്കല്ലറകൾ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ നീണ്ട രഹസ്യ അന്വേഷണങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഈ തിരോധനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് വെറും ഒരു നാടോടി കൊള്ള സംഘമല്ലെന്നും മറിച്ച് രാജ്യവ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു രഹസ്യ ശൃംഖലയാണെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പുറമേക്ക് മാന്യന്മാരായ ആളുകളാണ് ഈ ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇവർക്ക് സ്വന്തമായൊരു രഹസ്യ ഭാഷയും പരസ്പരം തിരിച്ചറിയാൻ പ്രത്യേക അടയാളങ്ങളും ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ നേതാക്കൾ ചേർന്നാണ് ഈ ശൃംഖലയെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലുതും ശാസ്ത്രീയവുമായ ഒരു രഹസ്യ കുറ്റകൃത്യ ശൃംഖലയെയാണ് തങ്ങൾ നേരിടാൻ പോകുന്നതെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം പതുക്കെ തിരിച്ചറിയുകയായിരുന്നു. മധ്യ ഇന്ത്യയിലെ വനാന്തരങ്ങളിൽ കവർച്ചയും കൊലപാതകവും നടത്തിയിരുന്ന തഗ്സ് അഥവാ തഗ്ഗുകൾ കേവലം ഒരു സാധാരണ കുറ്റവാളി സംഘം മാത്രമായിരുന്നില്ല, മറിച്ച് സങ്കീർണമായൊരു ഇരട്ട ജീവിതം നയിച്ചിരുന്ന സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ തികച്ചും മാന്യന്മാരായ കർഷകരായോ ചെറുകിട കച്ചവടക്കാരായോ കരകൗശല തൊഴിലാളികളായോ ആയിരുന്നു ജീവിച്ചിരുന്നത്. അയൽക്കാർക്കും പ്രാദേശിക സമൂഹത്തിനുമിടയിൽ തികച്ചും മാതൃകാപരമായ ജീവിതം നയിച്ചിരുന്ന ഇവർ കൃഷിയിറക്കുന്ന കാലത്തും പ്രാദേശിക ഉത്സവങ്ങളിലും സജീവമായി പങ്കാളികളായിരുന്നു. തങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് പുറം ലോകത്തിന് ഒരു കാലത്തും സംശയം തോന്നാത്ത വിധത്തിൽ അത്രമേൽ സൂക്ഷ്മതയോടെയാണ് ഇവർ സമൂഹത്തിൽ ഇടപെട്ടിരുന്നത്. എന്നാൽ കൃഷിപ്പണികൾ കുറയുന്ന ചില പ്രത്യേക സീസണുകളിൽ, പ്രത്യേകിച്ച് ദൂരദേശങ്ങളിലേക്കുള്ള യാത്രകൾ സജീവമാകുന്ന സമയങ്ങളിൽ ഇവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നും ബിസിനസ് ആവശ്യങ്ങൾക്കായി എന്ന വ്യാജേന ദീർഘനാളത്തേക്ക് അപ്രത്യക്ഷമാവുകയായിരുന്നു പതിവ്. ഇത്തരം യാത്രകളിലാണ് ഇവർ ഒരു ക്രൂരമായ കുറ്റകൃത്യ സംഘമായി രൂപാന്തരപ്പെടുകയും വനപാതകളിൽ തങ്ങളുടെ വേട്ടയാടൽ ആരംഭിക്കുകയും ചെയ്തിരുന്നത്. തഗ്ഗുകൾ തങ്ങളുടെ ഭീകരമായ ഈ രഹസ്യജീവിതം കുടുംബങ്ങളിലെ സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും പോലും വളരെ അച്ചടക്കത്തോടെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാർ എങ്ങോട്ടാണ് യാത്ര പോകുന്നതെന്നും എവിടെ നിന്നാണ് ഇത്രയധികം പണം കൊണ്ടുവരുന്നതെന്നും വീട്ടിലുള്ളവർക്കറിയുമായിരുന്നില്ല. സാധാരണയായി ഒരു കുടുംബത്തിലെ പിതാവിൽ നിന്നും മകനിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയിലെ വിശ്വസ്തരായ യുവാക്കളിലേക്ക് മാത്രമാണ് ഈ ക്രൂരമായ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അതിലെ അംഗത്വവും കൈമാറിയിരുന്നത്. കുട്ടികൾ മുതിർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമാണ് കുടുംബത്തിലെ ഈ കറുത്ത രഹസ്യം അവരെ അറിയിച്ചിരുന്നത്. തുടർന്ന് അവരെ സംഘത്തിലേക്ക് ചേർക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനങ്ങളും പതുക്കെ ആരംഭിക്കും. ഇത്തരത്തിൽ കടുത്ത രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നതിനാൽ ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് പോലും തങ്ങളുടെ കൂടെ കഴിയുന്നയാൾ രാജ്യത്തെ ഞെട്ടിച്ച ക്രൂരനായ ഒരു കൊലയാളിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. ഈ കടുത്ത രഹസ്യ സ്വഭാവം തന്നെയാണ് പതിറ്റാണ്ടുകളോളം ഇവരുടെ ശൃംഖലയെ നിയമത്തിന്റെ കണ്ണുകളിൽ നിന്നും സുരക്ഷിതമായി സംരക്ഷിച്ചു നിർത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തഗ്ഗുകൾക്ക് പരസ്പരം തിരിച്ചറിയുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമായി രാമസി എന്ന പേരിൽ ഒരു പ്രത്യേക രഹസ്യ ഭാഷ തന്നെയുണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്കോ അധികാരികൾക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചില കൂടുവാക്കുകളും പ്രത്യേക ശബ്ദങ്ങളും ആംഗ്യങ്ങളും നിറഞ്ഞതായിരുന്നു ഈ ഭാഷ. വഴിമധ്യേ വെച്ച് അപരിചിതരായ ആളുകളെ കാണുമ്പോൾ അവർ തങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയാൻ പ്രത്യേക തരത്തിലുള്ള ചുമയോ കൈകളുടെ ചലനങ്ങളോ ഇവർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ വനപാതകളിൽ യാത്ര ചെയ്യുമ്പോൾ തങ്ങൾക്ക് പിന്നാലെ വരുന്ന മറ്റ് തഗ്ഗ് സംഘങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതിനായി കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വയ്ക്കുകയോ മണ്ണിൽ ചില പ്രത്യേക അടയാളങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുക ഇവരുടെ പതിവായിരുന്നു. ഒരു വലിയ യാത്രാസംഘത്തെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോഴും തങ്ങളുടെ ഇരകളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരുടെ മുന്നിൽ വെച്ച് തന്നെ യാതൊരു സംശയവും ജനിപ്പിക്കാത്ത രീതിയിൽ ഈ രഹസ്യഭാഷയിലൂടെ അവർ തങ്ങളുടെ ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമായിരുന്നു. തഗ്ഗുകളുടെ ആക്രമണശൈലി മറ്റു കൊള്ളസംഘങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അതീവ അപകടകരവുമായിരുന്നു.
കാടുകളിൽ ഒളിച്ചിരുന്ന യാത്രക്കാരെ പെട്ടെന്ന് ആക്രമിക്കുന്ന സാധാരണ കൊള്ളക്കാരെപ്പോലെ അല്ല ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവർ യാത്ര ചെയ്യുന്ന വലിയ സംഘങ്ങളെ ദിവസങ്ങളോളം നിരീക്ഷിക്കുകയും അവരുടെ ലക്ഷ്യസ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷം തങ്ങളും അതേ ദിശയിലേക്ക് തീർത്ഥാടനത്തിനോ വ്യാപാരത്തിനോ പോകുന്ന യാത്രാസംഘമെന്ന് വരുത്തിത്തീർത്ത് വളരെ സ്വാഭാവികമായി ഇവരോട് സൗഹൃദം സ്ഥാപിക്കുകയാണ് പതിവ്. ദിവസങ്ങളോളം ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഭക്ഷണം പങ്കിടുകയും ഒരേ താവളങ്ങളിൽ രാത്രി വിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ യാത്രക്കാർക്ക് ഇവരെക്കുറിച്ച് യാതൊരുവിധ സംശയങ്ങളും അവശേഷിക്കാത്ത അവസ്ഥ ഇവരുണ്ടാക്കിയെടുക്കും. തഗ്ഗുകൾ ഒരിക്കലും ഒന്നോ രണ്ടോ പേരായിട്ടല്ല ആക്രമണങ്ങൾക്ക് മുതിർന്നിരുന്നത്. മറിച്ച് 20 മുതൽ 100-ലധികം ആളുകൾ വരെ അടങ്ങുന്ന വലിയ കൂട്ടങ്ങളായിട്ടാണ് അവർ വനപാതകളിൽ നിലയുറപ്പിച്ചിരുന്നത്. വലിയ യാത്രാസംഘങ്ങളെ നേരിടുന്നതിനായി തഗ്ഗുകൾ തങ്ങളുടെ ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ മുൻകൂട്ടി വിഭജിച്ചു നൽകിയിരുന്നു. സംഘത്തിലെ ഓരോ വ്യക്തിക്കും പ്രത്യേക ചുമതലകളുണ്ടായിരുന്നു. ചിലർ ഇരകളെ സൗഹൃദത്തിലാക്കാൻ നിയോഗിക്കപ്പെടുമ്പോൾ മറ്റു ചിലർ വനത്തിനുള്ളിൽ ആക്രമണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം മുൻകൂട്ടി കണ്ടെത്തുന്നതിനായി മുന്നേ സഞ്ചരിക്കും. ഇരകളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വൈദഗ്ധ്യമുള്ളവരും കൊലപാതകത്തിനു ശേഷം മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ കുഴിച്ചിടാൻ കുഴികൾ തയ്യാറാക്കുന്നവരും ഈ വലിയ സംഘത്തിൽ വെവ്വേറെയായി ഉണ്ടായിരുന്നു. ഇത്തരം കൃത്യമായ ആസൂത്രണവും ഉത്തരവാദിത്ത വിഭജനവും കാരണം എത്ര വലിയ യാത്രാസംഘങ്ങളെയും വളരെ എളുപ്പത്തിലും മിനിറ്റുകൾക്കുള്ളിലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. കൊലപാതകങ്ങൾ നടത്തുന്നതിനായി തഗ്ഗുകൾ വനപാതകളിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇവയെ അവർ ബേല എന്നാണ് വിളിച്ചിരുന്നത്. കനത്ത മരങ്ങൾ നിറഞ്ഞതും പ്രധാന പാതകളിൽ നിന്നും മാറിയുള്ളതുമായ വിജനമായ വനമേഖലകളാണ് ഇവർ ഇതിനായി തെരഞ്ഞെടുത്തിരുന്നത്. യാത്രക്കാർക്ക് വന്യമൃഗങ്ങളുടെ ഭയമില്ലാതെ വിശ്രമിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങളാണിതെന്ന് വിശ്വസിച്ച് തഗ്ഗുകൾ തന്നെ അവരെ ഈ അപകട മേഖലകളിലേക്ക് നയിക്കും. വനത്തിനുള്ളിലെ ജലാശയങ്ങൾക്ക് സമീപമോ അല്ലെങ്കിൽ മലയിടുക്കുകളിലോ ആയിരിക്കും പലപ്പോഴും ഇവർ വിശ്രമതാവളങ്ങൾ ഒരുക്കുന്നത്. യാത്രക്കാർ ദിവസങ്ങളോളം നീണ്ട തങ്ങളുടെ യാത്രയുടെ ക്ഷീണം കാരണം സുഖമായി ഉറങ്ങുന്ന അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞ് തികച്ചും ശാന്തമായി വിശ്രമിക്കുന്ന ഒരു സുരക്ഷിതമായ സമയം വരെ തഗ്ഗുകൾ അതീവ ക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. തങ്ങളുടെ ഇരകൾക്ക് ഓടി രക്ഷപ്പെടാനോ മറ്റുള്ളവരുടെ സഹായം തേടാനോ സാധിക്കാത്ത വിധത്തിലുള്ള ദുർഘടമായ ഈ ഭൂപ്രദേശങ്ങളായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ വിജയം. കുറ്റകൃത്യങ്ങൾക്കായി തഗ്ഗുകൾ ഒരിക്കലും വാളുകളോ തോക്കുകളോ പോലുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഇതിനു പിന്നിൽ തികച്ചും വ്യക്തമായ ചില പ്രായോഗിക കാരണങ്ങളുണ്ടായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എപ്പോഴും വലിയ രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്നും മണ്ണിലും വസ്ത്രങ്ങളിലും ഉണ്ടാകുന്ന രക്തക്കറകൾ വനപാതകളിലൂടെ കടന്നുപോകുന്ന മറ്റു യാത്രക്കാർക്കോ പോലീസിനോ എളുപ്പത്തിൽ വഴി മനസ്സിലാക്കാൻ സഹായിക്കുമെന്നും അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതിലുപരിയായി ആയുധങ്ങളുടെ ശബ്ദം വനത്തിനുള്ളിൽ ദൂരേക്ക് കേൾക്കാനിടയാകുമെന്നത് കാവൽക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുകയും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യും. ഇരകൾക്ക് ഒച്ച വയ്ക്കാനോ പ്രതിരോധിക്കാനോ യാതൊരു അവസരവും നൽകാതെ അതീവ നിശബ്ദമായി കൊലപാതകങ്ങൾ നടത്തുക എന്നതായിരുന്നു അവരുടെ രീതി. ഈ കടുത്ത നിശബ്ദതയും അദൃശ്യതയും നിലനിർത്താൻ വേണ്ടിയാണ് അവർ തികച്ചും ലളിതമെന്നു തോന്നാവുന്ന എന്നാൽ അതീവ മാരകമായ ഒരു ഉപകരണം കൊലപാതകങ്ങൾക്കായി തിരഞ്ഞെടുത്തത്. തഗ്ഗുകൾ കൊലപാതകത്തിനായി ഉപയോഗിച്ചിരുന്ന പ്രധാന ഉപകരണം റുമാൽ എന്നറിയപ്പെടുന്ന ചതുരത്തിലുള്ള ഒരു പട്ടുതുണിയോ അല്ലെങ്കിൽ സാധാരണ വസ്ത്രഭാഗമോ ആയിരുന്നു. കട്ടി കുറഞ്ഞതും എന്നാൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാത്തതുമായ ഈ തുണിയുടെ ഒരറ്റത്ത് ഭാരമുള്ള ഒരു നാണയമോ അല്ലെങ്കിൽ ചെറിയൊരു കല്ലോ അവർ കെട്ടിയിരുന്നു. ഈ തുണി കൈകളിൽ എളുപ്പത്തിൽ ചുറ്റിപ്പിടിക്കുന്നതിനും കഴുത്തിൽ ഇടുമ്പോൾ കൃത്യമായി മുറുകുന്നതിനും വേണ്ടിയാണ് ഈ ചെറിയ ഭാരം സഹായിച്ചത്. കൊലപാതകം നടത്തുന്നതിന് തൊട്ടുമുൻപ് തങ്ങളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇവർ ഈ തുണി സൂക്ഷിച്ചിരുന്നത്. വളരെ ലളിതമായ ഒരു തുണിയായതിനാൽ യാത്രാവേളകളിൽ ആരെങ്കിലും ഇവരെ പരിശോധിച്ചാൽ പോലും യാതൊരുവിധ സംശയവും തോന്നിയതേയില്ലായിരുന്നു. ഈ ലളിതമായ തുണി ഉപയോഗിച്ച് നിമിഷനേരം കൊണ്ട് മനുഷ്യജീവനുകൾ കവരുന്നതിൽ തഗ്ഗുകളിലെ ഓരോ കൊലയാളിയും വർഷങ്ങളോളം പരിശീലനം നേടിയിരുന്നു. കൊലപാതകം നടത്തുന്ന സമയം തഗ്ഗുകളുടെ നേതാവാണ് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത്. ഒരു പ്രത്യേക കോഡ് വാക്ക് കേൾക്കുന്നതോടെ സംഘത്തിലെ എല്ലാ കൊലയാളികളും ഒരേ സമയം തങ്ങളുടെ ഇരകൾക്ക് നേരെ ചാടി വീഴും. സാധാരണയായി ഓരോ യാത്രക്കാരനും നേരെ 2-3 തഗ്ഗുകൾ ആക്രമണം നടത്താനായി ഉണ്ടാകും. ഒരാൾ ഇരയുടെ കഴുത്തിൽ റുമാലിട്ട് മുറുക്കുമ്പോൾ മറ്റ് 2 പേർ ഇരയുടെ കൈകാലുകൾ അനക്കാൻ കഴിയാത്ത വിധം ശക്തമായി പിടിച്ചുവയ്ക്കും. നിമിഷനേരം കൊണ്ട് ഇരയുടെ ശ്വാസനാളം പൂർണ്ണമായി അടയുകയും ശബ്ദമുണ്ടാക്കാൻ പോലും സാധിക്കാതെ അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. ആക്രമണം ആരംഭിച്ച്
ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വലിയൊരു യാത്രാസംഘം മുഴുവനായും ഇല്ലാതായിട്ടുണ്ടാകും. യാതൊരുവിധ കോലാഹലങ്ങളോ നിലവിളികളോ ഇല്ലാതെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ പലപ്പോഴും കാടുകളിലെ കാറ്റിന്റെ ശബ്ദത്തിനിടയിൽ ആരും അറിയാതെ കടന്നുപോവുകയായിരുന്നു പതിവ്. കൊലപാതകങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ അതീവ രഹസ്യമായി മറവ് ചെയ്യുന്നതിനുള്ള നടപടികൾ തഗ്ഗുകൾ ആരംഭിച്ചിരുന്നു. ഇരകളുടെ ശരീരത്തിലെ വസ്ത്രങ്ങളും ആഭരണങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷമാണ് അവർ വലിയ കുഴികളിലേക്ക് മൃതദേഹങ്ങൾ തള്ളിയിരുന്നത്. മണ്ണിൽ കുഴിച്ചിടുന്നതിനു മുൻപായി ശരീരത്തിന്റെ വയർ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് വലിയ മുറിവുകളുണ്ടാക്കിയിരുന്നു. മൃതദേഹങ്ങൾ ജീർണിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ് നിറഞ്ഞു വീർക്കുകയും അതുവഴി മുകളിൽ മൂടിയിരിക്കുന്ന മണ്ണ് ഉയർന്നു വരികയോ പൊട്ടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ മുൻകരുതൽ അവരെടുത്തിരുന്നത്. കൂടാതെ കാട്ടുമൃഗങ്ങൾ മണം പിടിച്ചുവന്ന് മണ്ണ് തോണ്ടി മൃതദേഹങ്ങൾ പുറത്തെടുക്കാതിരിക്കാൻ കുഴികൾക്ക് മുകളിൽ വലിയ കല്ലുകളും ഉണങ്ങിയ ഇലകളും കാട്ടുചെടികളും നിരത്തി അവരാ പ്രദേശം വനത്തിന്റെ സ്വാഭാവികതയിലേക്ക് തിരികെ കൊണ്ടുവരുമായിരുന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന സ്വർണം, പണം, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, കുതിരകൾ തുടങ്ങിയ എല്ലാ വസ്തുക്കളും തഗ്ഗുകൾ തങ്ങളുടെ ക്യാമ്പുകളിൽ വെച്ച് കൃത്യമായ അനുപാതത്തിൽ വിഭജിച്ചെടുത്തിരുന്നു. കൊലപാതകം നേരിട്ട് നടത്തിയവർക്കും കുഴികളെടുത്തവർക്കും വഴികാട്ടികളായവർക്കുമെല്ലാം അവരുടെ പദവികൾക്കനുസരിച്ചുള്ള വിഹിതമാണ് നൽകിയിരുന്നത്. ഈ കൊള്ളമുതലിൽ നിന്നും വലിയൊരു പങ്ക് തങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമങ്ങളിലെ സ്വാധീനമുള്ള വ്യക്തികൾക്കും ജമീന്ദാർമാർക്കും പ്രാദേശിക പോലീസുകാർക്കും ഇവർ കൈക്കൂലിയായി നൽകിയിരുന്നു. ഇതിലൂടെ തങ്ങൾക്കെതിരെ വരാവുന്ന നിയമപരമായ നടപടികളിൽ നിന്നും വലിയൊരു പരിധിവരെ രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. തങ്ങളെ സംരക്ഷിക്കുന്ന പ്രബലർക്ക് കൃത്യമായ വരുമാനം ലഭിക്കുന്നതിനാൽ പ്രാദേശിക അധികാരികൾ പലപ്പോഴും തഗ്ഗുകളുടെ കുറ്റകൃത്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്തിരുന്നത്. പഴയ ബ്രിട്ടീഷ് രേഖകളിൽ തഗ്ഗുകളെ കാളി ദേവിയെ ആരാധിക്കുന്ന ഒരു പ്രത്യേക മതപരമായ കൾട്ടായിട്ടാണ് പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവർ കൊലപാതകം ഒരു മതപരമായ ആചാരമായിട്ടാണ് ചെയ്തിരുന്നത് എന്ന വാദം അക്കാലത്ത് വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ ആധുനിക ചരിത്രകാരന്മാരുടെ വിലയിരുത്തലുകൾ പ്രകാരം ഈ വാദങ്ങളിൽ വലിയൊരു പങ്കും അതിശയോക്തി നിറഞ്ഞതും ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഉറപ്പിക്കുന്നതിനായി അവർ മനഃപൂർവ്വം ചമച്ചെടുത്തതുമാണ്. യഥാർത്ഥത്തിൽ തഗ്ഗുകൾ കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്കായി മാത്രം കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ഒരു സംഘടിത കുറ്റകൃത്യ സംഘമായിരുന്നു. ഇവരുടെ സംഘങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന വിവിധ മതവിഭാഗങ്ങളിലെ ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അക്കാലത്തുണ്ടായിരുന്ന കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാത്രമാണ് ഈ മനുഷ്യരെ ഇത്തരം ഭീകരമായ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചത്. ഈ ക്രൂരമായ സംഘത്തിന്റെ ഏറ്റവും വലിയ നേതാക്കളിലൊരാളായിരുന്നു പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ട ബെഹ്റാം. മധ്യേന്ത്യയിലെ വനപാതകളിൽ കച്ചവടക്കാരും തീർത്ഥാടകരും യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെ നിരന്തരമായി കാണാതാകുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒടുവിൽ അതീവ ബുദ്ധിശാലിയായ ഒരു ഉദ്യോഗസ്ഥനെ ഈ ദൗത്യമേൽപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹമായിരുന്നു ക്യാപ്റ്റൻ വില്യം സ്ലീമൻ. ഒരു സാധാരണ സൈനിക ഉദ്യോഗസ്ഥൻ എന്നതിലുപരി തികച്ചും ശാസ്ത്രീയമായ അന്വേഷണ രീതികളിൽ താൽപ്പര്യമുള്ള ഒരു മികച്ച ഗവേഷകനും സാമൂഹിക നിരീക്ഷകനുമായിരുന്നു അദ്ദേഹം. മധ്യേന്ത്യയിലെ സാഗർ, നർമ്മദ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഭരണച്ചുമതലയുണ്ടായിരുന്ന അദ്ദേഹം തന്റെ പരിധിയിൽ നടക്കുന്ന ഓരോ കൊലപാതകങ്ങളെയും തിരോധാനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തിപരമായി ശേഖരിക്കാൻ തുടങ്ങി. കേവലം ഭാഗികമായ വന്യമൃഗ ആക്രമണങ്ങളോ പ്രാദേശിക കവർച്ചകളോ അല്ല ഇതിനു പിന്നിലെന്ന് അദ്ദേഹം വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂക്ഷ്മമായി പഠിച്ച അദ്ദേഹം ഇരകളുടെ കാണാതാകലിനു പിന്നിൽ അതീവ ആസൂത്രിതമായ ഒരു വലിയ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. വനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തഗ്ഗുകളെ നേരിടാൻ വൻതോതിൽ സൈന്യത്തെ അയക്കുന്ന പരമ്പരാഗത രീതി പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് ക്യാപ്റ്റൻ വില്യം സ്ലീമൻ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. കാരണം വനത്തിനുള്ളിൽ സൈന്യം തിരച്ചിൽ നടത്തുമ്പോൾ തഗ്ഗുകൾ വളരെ പെട്ടെന്ന് തന്നെ വസ്ത്രധാരണം മാറ്റി തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയും സാധാരണക്കാരായ കർഷകരായോ കച്ചവടക്കാരായോ ജീവിക്കാനും തുടങ്ങുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധം ജയിക്കേണ്ടത് കായിക ബലം കൊണ്ടല്ല, മറിച്ച് അതീവ സൂക്ഷ്മമായ വിവരശേഖരണത്തിലൂടെയും ബുദ്ധിപൂർവമായ തന്ത്രങ്ങളിലൂടെയുമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പഴയ കേസ് ഡയറികളും പ്രാദേശികമായി രേഖപ്പെടുത്തിയ തിരോധാനങ്ങളുടെ വിവരങ്ങളും ശേഖരിച്ച് അദ്ദേഹം തന്റെ ഓഫീസിൽ ഒരു വലിയ വിവരശേഖരണ വിഭാഗം തന്നെ ആരംഭിച്ചു. യാത്രക്കാരുടെ യാത്രാ വിവരങ്ങൾ, അവർ അവസാനമായി സഞ്ചരിച്ച പാതകൾ, അവരെക്കുറിച്ച് അവസാനം വിവരം നൽകിയ സാക്ഷികൾ എന്നിവരുടെ മൊഴികൾ അദ്ദേഹം നേരിട്ട് വിശകലനം ചെയ്യാൻ തുടങ്ങി. അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ തന്റെ മുന്നിലുള്ളത് കേവലം ചെറിയൊരു കൊള്ളസംഘമല്ല, മറിച്ച് രാജ്യവ്യാപകമായി വേരുകളുള്ള ഒരു വലിയ രഹസ്യ സംഘടനയാണെന്ന് അദ്ദേഹം പൂർണ്ണമായും ഉറപ്പിച്ചു.
ഒരു പ്രദേശത്ത് കുറ്റകൃത്യം നടത്തുന്ന ആളുകൾ മറ്റൊരു പ്രദേശത്തേക്ക് കടന്ന് സാധാരണ ജീവിതം നയിക്കുന്നതിനാൽ പ്രാദേശിക അധികാരികൾക്ക് ഇവരെ പിടികൂടാൻ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കൂടാതെ ഇരകളുടെ ശരീരങ്ങളിൽ മുറിവുകളോ രക്തക്കറയോ ഇല്ലാത്തതും കൊലപാതകത്തിനു ശേഷം അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതും ഒരു പ്രത്യേക കൊലപാതക രീതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ വലിയ ശൃംഖലയെ പൂർണ്ണമായി വേരോടെ പിഴുതെറിയണമെങ്കിൽ അതിന്റെ തലപ്പത്തുള്ള നേതാക്കളെയും അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ ചോർത്തിയെടുക്കണമെന്ന് അദ്ദേഹം തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ആധുനിക കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭൂപടങ്ങൾ ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്തുന്ന ശാസ്ത്രീയ രീതിക്ക് ക്യാപ്റ്റൻ വില്യം സ്ലീമൻ തുടക്കം കുറിച്ചു. മധ്യ ഇന്ത്യയുടെ ഒരു വലിയ ഭൂപടം തന്റെ മുറിയിൽ സ്ഥാപിച്ച അദ്ദേഹം ഓരോ തിരോധാനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൃത്യമായ സ്ഥലങ്ങളും തീയതികളും അതിൽ അടയാളപ്പെടുത്താൻ തുടങ്ങി. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ഈ വിവരങ്ങൾ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയതോടെ കൊലപാതകങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക ക്രമവും കൃത്യമായ പാറ്റേണുമുണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യപ്പെട്ടു. പ്രധാന വ്യാപാരപാതകളിലും വനമേഖലകൾ അവസാനിക്കുന്ന വിജന പ്രദേശങ്ങളിലും മാത്രമാണ് ഈ കൊലപാതകങ്ങൾ കൂടുതലായി നടന്നിരിക്കുന്നത്. ഈ ഭൂപട നിർമ്മാണം വഴി തഗ്ഗുകൾ സാധാരണയായി തമ്പടിക്കാറുള്ള താവളങ്ങളും അവരുടെ പ്രധാന യാത്രാവഴികളും മുൻകൂട്ടി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തഗ്ഗുകൾ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന രഹസ്യഭാഷയായ രമാസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അദ്ദേഹം പ്രത്യേക താൽപ്പര്യം കാണിച്ചു. സാധാരണ ജനങ്ങൾക്കോ അധികാരികൾക്കോ യാതൊരുവിധ സംശയവും തോന്നാത്ത രീതിയിലുള്ള കോഡ് വാക്കുകൾ നിറഞ്ഞതായിരുന്നു ഈ ഭാഷ. പിടിയിലായ ചില ചെറിയ കുറ്റവാളികളിൽ നിന്നും പ്രദേശവാസികളായ നാട്ടാരിൽ നിന്നും അദ്ദേഹം ഈ ഭാഷയിലെ പ്രധാന പദങ്ങൾ ചോർത്തിയെടുത്ത് ഒരു വലിയ ഡയറിയായി എഴുതി സൂക്ഷിച്ചു. തഗ്ഗുകൾ പരസ്പരം അയക്കുന്ന സന്ദേശങ്ങൾ, അവർ പാതകളിലുണ്ടാക്കുന്ന അടയാളങ്ങൾ, ആക്രമണത്തിന് മുന്നോടിയായി നൽകുന്ന സിഗ്നലുകൾ എന്നിവയെല്ലാം ഈ രഹസ്യഭാഷയിലൂടെയാണ് നിർവഹിച്ചിരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ ഭാഷാപഠനം തഗ്ഗുകളുടെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ ഉള്ളറകളിലേക്ക് കടന്നുചെല്ലാൻ അദ്ദേഹത്തിന് വലിയൊരു വാതിലായി മാറി. താൻ തയ്യാറാക്കിയ ഭൂപടങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ക്യാപ്റ്റൻ വില്യം സ്ലീമാൻ നേരിട്ട് അന്വേഷണ സംഘങ്ങളുമായി വനമേഖലകളിലേക്ക് തിരിക്കാൻ തുടങ്ങി. വിജനമായ കാട്ടുപാതകളിലെ സംശയാസ്പദമായ സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിൽ മണ്ണിൽ നിന്നും നൂറുകണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങളും തലയോട്ടികളും വസ്ത്രഭാഗങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇരകളുടെ മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ അതീവ കൃത്യതയോടെയും രഹസ്യമായും കുഴിച്ചിട്ട നിലയിലായിരുന്നു കാണപ്പെട്ടത്. ഇത്തരത്തിൽ കണ്ടെടുത്ത വലിയ കൂട്ടക്കല്ലറകൾ തഗ്ഗുകളുടെ ക്രൂരതകളുടെ നിഷേധിക്കാൻ കഴിയാത്ത ശാസ്ത്രീയ തെളിവുകളായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ കണ്ടെത്തൽ അന്നത്തെ ബ്രിട്ടീഷ് കമ്പനി ഭരണകൂടത്തെ കൂടുതൽ കർശനമായ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചു. തഗ്ഗുകളുടെ കർശനമായ രഹസ്യ സ്വഭാവവും പരസ്പരമുള്ള വിശ്വാസ്യതയും കാരണം അവരിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തുക എന്നത് അതീവ ദുഷ്കരമായ കാര്യമായിരുന്നു. ഇതിനെ മറികടക്കാൻ ക്യാപ്റ്റൻ വില്യം സ്ലീമാൻ ഒരു വിപ്ലവകരമായ അന്വേഷണ രീതി നടപ്പിലാക്കി. അതായിരുന്നു വിവരദാതാക്കൾ അല്ലെങ്കിൽ അപ്രൂവേഴ്സ് സമ്പ്രദായം. പിടിക്കപ്പെടുന്ന തഗ്ഗ് അംഗങ്ങളിൽ വിശ്വസ്തരായ ചിലരെ തിരഞ്ഞെടുത്ത് അവർക്കെതിരെയുള്ള വധശിക്ഷയിൽ നിന്നും ജയിൽ ശിക്ഷയിൽ നിന്നും ഇളവ് നൽകാമെന്ന് അദ്ദേഹം ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്തു. പകരം അവർ സംഘത്തിലെ മറ്റംഗങ്ങളെക്കുറിച്ചും അവരുടെ ഒളിത്താവളങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാകണം എന്നതായിരുന്നു നിബന്ധന. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തഗ്ഗുകളിലെ ചില പ്രധാനികൾ ഈ ഓഫർ സ്വീകരിക്കാൻ തയ്യാറായതോടെ വലിയൊരു ശൃംഖലയുടെ തകർച്ച ആരംഭിക്കുകയായിരുന്നു. ഈ മാപ്പുസാക്ഷികൾ നൽകിയ വിവരങ്ങൾ തികച്ചും ഞെട്ടിക്കുന്നതായിരുന്നു. പുറമേക്ക് തികച്ചും മാന്യന്മാരായി സമൂഹത്തിൽ കർഷകരായും വ്യാപാരികളായും കഴിയുന്ന തങ്ങളുടെ സഹപ്രവർത്തകരുടെ പേരുകൾ ഇവർ ഓരോന്നായി സ്ലീമാന് മുന്നിൽ വെളിപ്പെടുത്തി. ഒരേ സമയം ഒരുമിച്ച് ജീവിക്കുന്ന അയൽക്കാർക്കോ നാട്ടുകാർക്കോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഇരട്ട ജീവിതമാണ് ഇവരുടേതെന്ന് സ്ലീമാന് ബോധ്യമായി. ഓരോ തഗ്ഗ് സംഘത്തിലെയും പ്രധാന നേതാക്കളുടെ പദവികൾ, അവർ പണം എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്, കൊള്ളമുതലുകൾ എങ്ങനെയാണ് ഗ്രാമങ്ങളിലെ പ്രബലർക്ക് വീതിച്ചു നൽകുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായ വിവരങ്ങൾ ഈ വിവരദാതാക്കൾ വഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാൻ തുടങ്ങി. ഇതോടെ തഗ്ഗുകളുടെ സുരക്ഷിതമായ രഹസ്യ കോട്ടകൾ തകരാൻ തുടങ്ങി. ഈ അന്വേഷണങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും ഒടുവിലാണ് തഗ്ഗ് ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലയാളി നേതാവിന്റെ പേര് സ്ലീമാന്റെ മുന്നിലേക്ക് വരുന്നത്. അത് പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ട ബെഹ്റാം അല്ലെങ്കിൽ ബുഹ്റം ജമാദാർ എന്ന വ്യക്തിയായിരുന്നു. വർഷങ്ങളോളം ഒട്ടനവധി കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇദ്ദേഹം തികച്ചും സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായി ജീവിച്ച് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു കൊലയാളി സംഘം വനപാതകളിലുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ സ്ലീമാൻ ഞെട്ടലോടെയാണ് രേഖപ്പെടുത്തിയത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ലീമാൻ തന്റെ അന്വേഷണത്തിന്റെ ശ്രദ്ധാകേന്ദ്രം പൂർണ്ണമായും ഈ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. തഗ്ഗുകളുടെ ആക്രമണങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ
പ്രത്യേകമായി ഒരു ഉദ്യോഗസ്ഥൻ മാത്രം പോരാ എന്നു മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണകൂടം അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻഡിക്കിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ വകുപ്പിന് രൂപം നൽകി. അതായിരുന്നു ഥഗ്ഗി ആൻഡ് ഡക്കോയിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ പ്രധാന ചുമതല ക്യാപ്റ്റൻ വില്യം സ്ലീമാന് തന്നെ നൽകപ്പെടുകയും ചെയ്തു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനും അന്വേഷിക്കുന്നതിനും ഈ വകുപ്പിന് സാധാരണ പോലീസിനേക്കാൾ കൂടുതൽ കർശനമായ അധികാരങ്ങൾ നൽകിയിരുന്നു. വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രശ്നങ്ങൾ അന്വേഷണത്തിന് തടസ്സമാകാതിരിക്കാൻ രാജ്യവ്യാപകമായി കടന്നന്വേഷിക്കാനുള്ള പ്രത്യേക ലൈസൻസും ഈ വകുപ്പിന് ലഭ്യമായിരുന്നു. ഇതോടെ കുറ്റവാളികൾക്ക് ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അടയുകയായിരുന്നു. പുതിയ വകുപ്പിന്റെ ഭാഗമായി മധ്യേന്ത്യയിലുടനീളം ശക്തമായ ഒരു രഹസ്യ ചാരശൃംഖല സ്ഥാപിക്കാൻ സ്ലീമാന് കഴിഞ്ഞു. ഥഗ് ശൃംഖലയെ ഉള്ളിൽ നിന്നും തകർക്കാൻ വേഷം മാറിയ വോളണ്ടിയർമാരെയും പോലീസുകാരെയും അദ്ദേഹം വ്യാപാരപാതകളിൽ നിയോഗിച്ചു. വ്യാപാരികളായും ദരിദ്രരായ യാത്രക്കാരായും വേഷം ധരിച്ച ഈ ചാരന്മാർ ഥഗ്ഗുകളുടെ ഒളിതാവളങ്ങളെയും പുതിയ ആസൂത്രണങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം വകുപ്പിന് കൈമാറിക്കൊണ്ടിരുന്നു. കൂടാതെ മുൻപ് പിടിക്കപ്പെട്ട വിവരദാതാക്കളെ ഉപയോഗിച്ച് വിവിധ ഗ്രാമങ്ങളിൽ അതിശയിപ്പിക്കുന്ന മിന്നൽ റെയ്ഡുകൾ നടത്തി. തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ചിരുന്ന പല ഥഗ്ഗംഗങ്ങളും തങ്ങളുടെ സുരക്ഷിതമായ വീടുകളിൽ നിന്നും പാതിരാത്രികളിൽ കസ്റ്റഡിയിലായി. റെയ്ഡുകളും അറസ്റ്റുകളും അതിവേഗം പുരോഗമിച്ചതോടെ അന്വേഷണത്തിന്റെ വലയം ഥഗ്ഗുകളെന്ന പരമോന്നത നേതാവിലേക്ക് കൂടുതൽ ചുരുങ്ങിക്കൊണ്ടിരുന്നു. പിടിയിലായ ഓരോ ചെറു സംഘങ്ങളിൽ നിന്നും അവരുടെ നേതാക്കളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരുന്നു. ഇതിൽ നിന്നെല്ലാം ലഭിച്ച വിവരങ്ങളുടെ അവസാനം എത്തി നിൽക്കുന്നത് ഒരേ ഒരു പേരിലായിരുന്നു. അതീവ സൂക്ഷ്മതയോടെ തങ്ങളുടെ പ്ലാനുകൾ ആസൂത്രണം ചെയ്യുന്ന ആ നേതാവിന്റെ അവസാന നാളുകൾ ആരംഭിക്കുകയായിരുന്നു. തന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഉറപ്പിച്ച സ്ലീമാൻ ആ കുറ്റവാളിയെ ജീവനോടെ പിടികൂടാനുള്ള അന്തിമ പദ്ധതികൾ പൂർണ്ണമാക്കാൻ തന്റെ കീഴിലുള്ള പ്രത്യേക സൈന്യത്തോട് ആവശ്യപ്പെട്ടു. വർഷങ്ങളോളം നീണ്ടുനിന്ന അതീവ സങ്കീർണമായ അന്വേഷണങ്ങൾക്കും വിവരശേഖരണങ്ങൾക്കുമൊടുവിൽ മധ്യ ഇന്ത്യയെ ഭീതിയിലാഴ്ത്തിയ ഥഗ് ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ബെഹ്റാം ഒടുവിൽ ബ്രിട്ടീഷ് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ക്യാപ്റ്റൻ വില്യം സ്ലീമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക വിഭാഗം വിന്യസിച്ച ചാരന്മാരും മുൻപ് പിടിക്കപ്പെട്ട വിവരദാതാക്കളും നൽകിയ കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായകമായ അറസ്റ്റ് സാധ്യമായത്. 1830കളുടെ മധ്യത്തിൽ നടന്ന ഈ അറസ്റ്റ് ഥഗ് വിരുദ്ധ പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ബ്രിട്ടീഷ് രേഖകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സാധാരണ വേഷത്തിൽ പതുങ്ങിയിരുന്ന ഈ കുപ്രസിദ്ധ ഥഗ് നേതാവിനെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടുമ്പോൾ വർഷങ്ങളായി നിയമപാലകരെ വെല്ലുവിളിച്ച ഒരു വലിയ കൊലയാളി സംഘത്തിന്റെ തലവനാണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന് വിശ്വസിക്കാൻ പോലും പല ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിരുന്നില്ല. അത്രമേൽ ശാന്തനായും ഭാവവ്യത്യാസങ്ങളുമില്ലാതെയുമാണ് ഇദ്ദേഹം പോലീസിനു മുന്നിൽ നിലയുറപ്പിച്ചത്. പിടിയിലാകുമ്പോൾ ബെഹ്റാം എന്ന ഈ വ്യക്തിക്ക് ഏകദേശം 70 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ഇത്രയും പ്രായമുള്ള, ശാരീരികമായി വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സാധാരണ വൃദ്ധനാണ് വർഷങ്ങളായി രാജ്യത്തെ വ്യാപാരപാതകളെ നിശ്ചലമാക്കിയ വലിയൊരു കുറ്റകൃത്യ സംഘത്തെ നിയന്ത്രിച്ചിരുന്നതെന്ന് കാണുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. തന്റെ ഗ്രാമത്തിൽ തികച്ചും മാന്യനായ ഒരു സാധാരണക്കാരനായി ജീവിച്ചിരുന്ന ഇദ്ദേഹം വനങ്ങളിൽ ഇരകളെ വേട്ടയാടിയിരുന്ന ക്രൂരനായ ഥഗ് സംഘത്തലവനാണെന്ന സത്യം വെളിപ്പെട്ടതോടെ സഹഗ്രാമവാസികളും വലിയ അത്ഭുതത്തിലായി. ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്നും കുറ്റകൃത്യങ്ങൾക്കുപയോഗിച്ചിരുന്ന വസ്തുക്കളും ഒപ്പം കവർച്ച ചെയ്യപ്പെട്ട ചില സാധനങ്ങളും പിടിച്ചെടുത്തതോടെയാണ് നാട്ടുകാർക്കും ഇദ്ദേഹത്തിന്റെ ഭയാനകമായ ഇരട്ട ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം വന്നത്. ഇതോടെ നിയമത്തിന്റെ കണ്ണുകളിൽ നിന്നും പതിറ്റാണ്ടുകളോളം ഒളിച്ചു നടന്ന ഒരു വലിയ കൊടും കുറ്റവാളിയുടെ മുഖമൂടിയാണ് സമൂഹത്തിനു മുന്നിൽ അഴിഞ്ഞുവീണത്. അറസ്റ്റിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ സ്ലീമന്റെ സാന്നിധ്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചത്. തുടക്കത്തിൽ താനൊരു സാധാരണ വ്യാപാരി മാത്രമാണെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നും വരുത്തി തീർക്കാൻ ഇദ്ദേഹം കഠിനമായി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ സ്ലീമൻ തന്റെ പക്കലുണ്ടായിരുന്ന ശാസ്ത്രീയമായ തെളിവുകളും മുൻപ് പിടിക്കപ്പെട്ട സഹകൃത്തുക്കളുടെ മൊഴികളും ഇദ്ദേഹത്തിന് മുന്നിൽ നിരത്തിയതോടെ കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. ഇദ്ദേഹം കടന്നുപോയ പാതകളിൽ നിന്നും കുഴിച്ചെടുത്ത അസ്ഥികൂടങ്ങളുടെ വിവരങ്ങളും കൊലപാതകം നടന്ന കൃത്യമായ തീയതികളും ഭൂപടത്തിന്റെ സഹായത്തോടെ വിശദീകരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതിരോധം പൂർണ്ണമായും തകരുകയായിരുന്നു. ഒടുവിൽ താൻ ചെയ്ത കുറ്റകൃത്യങ്ങളും അതിനു പിന്നിലെ ശൃംഖലയുടെ പൂർണ്ണമായ വിവരങ്ങളും വെളിപ്പെടുത്താൻ ഇദ്ദേഹം തയ്യാറായി. ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ ബെഹ്റാം നൽകിയ മൊഴികളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടന്ന കൊലപാതകങ്ങളുടെ എണ്ണത്തെക്കുറിച്ചാണ്. തന്റെ കൺമുന്നിൽ വെച്ച് ഏകദേശം 931 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആ സംഭവങ്ങളിലെല്ലാം താൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ടെന്നുമാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത്. ഈ വലിയ സംഖ്യ അന്നത്തെ ബ്രിട്ടീഷ് അധികാരികളെയും പിൽക്കാലത്തെ ചരിത്രകാരന്മാരെയും ഒരുപോലെ അമ്പരപ്പിച്ചു. ഒരു വ്യക്തിക്ക് തന്റെ ആയുസ്സിനുള്ളിൽ ഇത്രയധികം കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞുവെന്നത് കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലായി മാറി.
എന്നാൽ ഈ 931 എന്ന സംഖ്യ ഇദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള വലിയ സംഘം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ആകെ കൊലപാതകങ്ങളുടെ കണക്കാണ്. ലഭ്യമായ കൂടുതൽ കൃത്യമായ ചരിത്രരേഖകളും ഇദ്ദേഹത്തിന്റെ വിശദമായ മൊഴികളും പരിശോധിക്കുമ്പോൾ 931 പേരെ ഇദ്ദേഹം സ്വന്തം കൈകൊണ്ട് കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാകും. തന്റെ സംഘത്തോടൊപ്പം നടത്തിയ കുറ്റകൃത്യങ്ങളിൽ ഏകദേശം 125 മുതൽ 150 വരെ ആളുകളെ മാത്രമാണ് ഇദ്ദേഹം സ്വന്തം കൈകൊണ്ട് റുമാൽ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് മറ്റൊരു മൊഴിയിൽ ഇദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ബാക്കിയുള്ള കൊലപാതകങ്ങളെല്ലാം ഇദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റ് തഗ് അംഗങ്ങളാണ് നിർവഹിച്ചത്. ഒരു വലിയ സംഘത്തിന്റെ നേതാവെന്ന നിലയിൽ ഈ കൊലപാതകങ്ങളുടെയെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് പിൽക്കാലത്ത് പല ജനപ്രിയ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ തനിച്ചു കൊന്ന ഒരു സീരിയൽ കില്ലർ എന്ന രീതിയിൽ തെറ്റായി ചിത്രീകരിക്കാൻ തുടങ്ങിയത്. തങ്ങളുടെ കൊലപാതകങ്ങൾ തികച്ചും ആസൂത്രിതമായ ഒരു ബിസിനസ് പോലെയാണ് ഇവർ നടത്തിയിരുന്നതെന്ന് ഇദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. ഇരകളുടെ യാത്രാവിവരങ്ങൾ ശേഖരിക്കുന്നതു മുതൽ അവരെ വനമേഖലകളിൽ എത്തിക്കുന്നതും കൊലപാതകത്തിനു ശേഷം മൃതദേഹങ്ങൾ വനത്തിനുള്ളിൽ ആർക്കും സംശയമില്ലാത്ത രീതിയിൽ മറവു ചെയ്യുന്നതുമെല്ലാം കൃത്യമായ ഉത്തരവാദിത്തങ്ങളോടെയാണ് ഇവർ ചെയ്തിരുന്നത്. തന്റെ സാന്നിധ്യത്തിൽ നടന്ന ഓരോ കുറ്റകൃത്യവും തികച്ചും ചിട്ടയായ രീതിയിലാണ് പൂർത്തിയാക്കിയിരുന്നതെന്നും അതിലാർക്കും യാതൊരു തരത്തിലുള്ള പിഴവുകളും സംഭവിക്കാതിരിക്കാൻ താൻ നേരിട്ട് ശ്രദ്ധിച്ചിരുന്നുവെന്നും ഇദ്ദേഹം വെളിപ്പെടുത്തി. ഈ ആസൂത്രിത സ്വഭാവം തന്നെയാണ് വർഷങ്ങളോളം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഇത്രയധികം മനുഷ്യരെ ഇല്ലാതാക്കാൻ ഇവർക്ക് സഹായകരമായി മാറിയത്. ആധുനിക ചരിത്രകാരന്മാരുടെ നിരീക്ഷണങ്ങൾ പ്രകാരം തഗ്ഗുകളുടെയും പ്രധാനമായും ബെഹ്റമിന്റെയും പേരിൽ പറയപ്പെടുന്ന 931 എന്ന വലിയ സംഖ്യ പലപ്പോഴും അതിശയോക്തി നിറഞ്ഞതാകാൻ വലിയ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ തങ്ങളുടെ ഭരണം കൂടുതൽ ശക്തമാക്കുന്നതിനും തദ്ദേശീയരായ ജനങ്ങളെ പ്രാകൃതരും ക്രൂരന്മാരുമായി ചിത്രീകരിക്കുന്നതിനും വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഇത്തരം കഥകൾ മനഃപൂർവ്വം പ്രചരിപ്പിച്ചതാകാമെന്ന് പല ചരിത്ര പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. തഗ്ഗുകളെ വലിയൊരു ഭീഷണിയായി ചിത്രീകരിക്കുന്നതുവഴി അവരെ അടിച്ചമർത്താൻ തങ്ങൾ നടപ്പിലാക്കുന്ന കർശനമായ നിയമങ്ങൾക്കും സൈനിക നടപടികൾക്കും ജനപിന്തുണ നേടിയെടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അതുകൊണ്ടുതന്നെ തങ്ങളുടെ ക്യാമ്പയിൻ വലിയൊരു വിജയമായിരുന്നുവെന്ന് ലണ്ടനിലെ അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പിടിക്കപ്പെട്ട കുറ്റവാളികളുടെ കൊലപാതക കണക്കുകൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വർദ്ധിപ്പിച്ചു കാണിച്ചതാകാമെന്നാണ് ആധുനിക ചരിത്രകാരന്മാരുടെ പ്രബലമായ വാദം. ആധുനിക കാലത്തെ മനഃശാസ്ത്ര വിശകലനങ്ങളിലോ കുറ്റാന്വേഷണ ചരിത്രങ്ങളിലോ ഉപയോഗിക്കുന്ന സീരിയൽ കില്ലർ എന്ന വാക്ക് ബെഹ്റമിന്റെ കാര്യത്തിൽ പൂർണ്ണമായി യോജിക്കുന്നതല്ലെന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വ്യക്തി തന്റെ വിചിത്രമായ മാനസിക വൈകല്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആനന്ദത്തിനു വേണ്ടിയോ നിരന്തരമായി കൊലപാതകങ്ങൾ നടത്തുന്നതാണ് പാശ്ചാത്യൻ രീതിയിലുള്ള സീരിയൽ കില്ലിംഗ് സങ്കല്പങ്ങൾ. എന്നാൽ തഗ്ഗുകൾ കൊലപാതകം നടത്തിയത് കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമായിരുന്നു. അന്നത്തെ കലുഷിതമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൃത്യമായ ജീവനോപാധികളില്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഒരു ഉപജീവന മാർഗമെന്ന നിലയിലാണ് ഈ സംഘടിത കുറ്റകൃത്യ ശൃംഖലയുടെ ഭാഗമായി മാറിയത്. ഇതൊരു സാമൂഹിക സാമ്പത്തിക പ്രശ്നമായിരുന്നുവെന്നും അല്ലാതെ കേവലം ഒരു വ്യക്തിയുടെ ഭ്രാന്തമായ കൊലപാതക വാസനയായി ഇതിനെ കാണുന്നത് ചരിത്രപരമായ അബദ്ധമാണെന്നും ഗവേഷകർ വിലയിരുത്തുന്നു. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയിലുണ്ടായ കടുത്ത ദാരിദ്ര്യവും പ്രാദേശിക രാജ്യങ്ങളുടെ പതനവും കാരണം തൊഴിൽ നഷ്ടപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങൾ ഇത്തരം കവർച്ചാ സംഘങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയുണ്ടായി. കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും കനത്ത നികുതിഭാരം അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്ത സാമൂഹികാവസ്ഥയാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രേരക ശക്തി. തഗ്ഗുകളുടെ പ്രവർത്തനം കേവലം മതപരമായ ആരാധനകളുടെയോ ആചാരങ്ങളുടെയോ ഭാഗമായിരുന്നില്ലെന്നും മറിച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു എളുപ്പവഴിയായിരുന്നുവെന്നും ബെഹ്റാമിന്റെ മൊഴികൾ വ്യക്തമാക്കുന്നുണ്ട്. സംഘത്തിലെ അംഗങ്ങൾ ഒരേ സമയം പരമ്പരാഗത കൃഷിപ്പണികളിൽ ഏർപ്പെടുകയും സൗകര്യപ്രദമായ സമയങ്ങളിൽ കവർച്ചയ്ക്കായി വനങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. ചരിത്രത്തെ ഇത്തരത്തിൽ ലളിതവൽക്കരിച്ച് കാണുന്നതുവഴി യഥാർത്ഥ സാമൂഹിക കാരണങ്ങൾ മൂടിവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വലിയ മാധ്യമശ്രദ്ധ നേടിയ വിചാരണകൾക്കൊടുവിലാണ് ബെഹ്റാമിനെതിരെയുള്ള അന്തിമവിധി പ്രസ്താവിക്കപ്പെടുന്നത്. കോടതി നടപടികളിൽ ഇദ്ദേഹം നൽകിയ മൊഴികളും കണ്ടെടുത്ത അസ്ഥികൂടങ്ങളും കൊള്ളമുതലുകളും പ്രധാന തെളിവുകളായി സ്വീകരിക്കപ്പെട്ടു. സ്വന്തം കൂട്ടാളികളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഇരട്ട ജീവിതം നയിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ പതനം തഗ് ശൃംഖലയിലെ മറ്റംഗങ്ങൾക്ക് വലിയൊരു താക്കീതായി മാറി. ഈ വിചാരണയിലൂടെയാണ് തഗ് ശൃംഖലയുടെ ആന്തരിക ഘടനയെക്കുറിച്ചും അവർ കൈക്കൂലി നൽകി സ്വാധീനിച്ചിരുന്ന പ്രാദേശിക ഭൂപ്രഭുക്കന്മാരെക്കുറിച്ചും സ്ലീമാന്റെ നേതൃത്വത്തിലുള്ള വകുപ്പിന് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നത്.
കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ ഇദ്ദേഹത്തിന്റെ കുറ്റം സംശയമില്ലാതെ തെളിയിക്കാൻ പര്യാപ്തമായിരുന്നു. ചരിത്രരേഖകളിൽ ഇദ്ദേഹത്തിന്റെ അന്തിമ ശിക്ഷയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. ചില പഴയ സ്രോതസ്സുകളും ബ്രിട്ടീഷ് ഫയലുകളും പറയുന്നത് 1840 ഇദ്ദേഹത്തെ വിചാരണയ്ക്ക് ശേഷം പരസ്യമായി തൂക്കിലേറ്റിയെന്നാണ്. എന്നാൽ മറ്റു ചില സമകാലിക രേഖകളും ഗവേഷകരും ഈ വാദത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുകയും മറ്റ് തഗ് അംഗങ്ങളെ പിടികൂടാൻ സഹായിക്കുകയും ചെയ്തതിനാൽ മരണശിക്ഷയിൽ നിന്നും ഇളവു നൽകി ഇദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വിഭാഗം ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. അന്തിമശിക്ഷ എന്തായിരുന്നുവെന്നതിൽ ഉറപ്പായ ഒരു തെളിവ് ലഭ്യമല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ അറസ്റ്റോടെ ഇദ്ദേഹം നയിച്ചിരുന്ന ആ ഭയാനകമായ കവർച്ചായുഗത്തിന് പൂർണ്ണമായും അറുതി വരുത്താൻ അന്നത്തെ കമ്പനി ഭരണകൂടത്തിന് കഴിഞ്ഞു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ബെഹ്റാമിന്റെ തടവറവാസത്തോടെ മധ്യ ഇന്ത്യയിലെ തഗ് ശൃംഖലയുടെ സുരക്ഷിതമായ രഹസ്യ കോട്ടകൾ പൂർണ്ണമായും തകരുകയുണ്ടായി. ഇദ്ദേഹം നൽകിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് മറ്റ് തഗ് അംഗങ്ങളെയും അവരുടെ പ്രാദേശിക സംരക്ഷകരെയും കണ്ടെത്താൻ പ്രത്യേക വകുപ്പിന് കഴിഞ്ഞു. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന വ്യാപാരപാതകളിൽ നിന്നും അദൃശ്യ കൊലപാതകങ്ങളുടെ ഭീതി പൂർണ്ണമായും ഒഴിഞ്ഞുപോയത് ഈ വിജയകരമായ അന്വേഷണത്തിന്റെ ഫലമായിരുന്നു. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ദൗത്യമായി മാറിയ ഈ ക്യാമ്പയിൻ രാജ്യത്തെ ഉൾപ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ക്രമസമാധാന പരിപാലനത്തിനുള്ള കരുത്തു തെളിയിക്കുന്നതായി മാറി. ഒരു വലിയ കുറ്റകൃത്യ സംഘത്തിന്റെ അവസാനത്തോടെ മധ്യ ഇന്ത്യയുടെ കാട്ടുപാതകൾ വീണ്ടും യാത്രക്കാർക്കായി പൂർണ്ണമായും തുറക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ തഗ് വിരുദ്ധ പോരാട്ടങ്ങളെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത് ഫെറിംഗിയ എന്ന തഗ് നേതാവിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളുമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യമാണ്. കേവലം ഒരു തടവുകാരൻ എന്നതിലുപരി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ വില്യം ഹെൻറി സ്ലീമൻ നയിച്ച ദൗത്യത്തിന്റെ പ്രധാന ചാലകശക്തിയായി ഈ വ്യക്തി മാറുകയായിരുന്നു. മധ്യ ഇന്ത്യയിലെ കാടുകളിൽ പതിയിരുന്ന തഗ് ശൃംഖലയെ വേരോടെ പിഴുതെറിയാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചത് ഫെറിംഗിയ നൽകിയ അതീവ രഹസ്യമായ വിവരങ്ങളായിരുന്നു. പല ചരിത്രകഥകളിലും ഇദ്ദേഹം തടവിൽ നിന്നും പെട്ടെന്നൊരു ദിവസം വായുവിൽ അലിഞ്ഞുപോയി എന്ന രീതിയിലുള്ള ദുരൂഹതകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താൻ സാധിക്കും. വലിയൊരു സാമ്രാജ്യത്തെ വിറപ്പിച്ച തഗ് സംഘത്തിന്റെ തകർച്ചയുടെ അവസാന അധ്യായവും അതിന് കാരണക്കാരനായ ഒരു പ്രധാന വ്യക്തിയുടെ യഥാർത്ഥ ജീവിതവുമാണ് ചരിത്രപരമായ വസ്തുതകളിലൂടെ ഇവിടെ പരിശോധിക്കുന്നത്. ഫെറിംഗിയ അഥവാ ഫെറിംഗിയ എന്ന പേര് തഗ്ഗുകളുടെ ചരിത്രത്തിൽ കേവലം ഒരു സാധാരണ അംഗത്തിൻ്റേതായിരുന്നില്ല, മറിച്ച് വളരെ ഉയർന്ന പദവിയുള്ള ഒരു പ്രമുഖ നേതാവിൻ്റേതായിരുന്നു. മധ്യപ്രദേശിലെയും പരിസര പ്രദേശങ്ങളിലെയും തഗ് ഗ്രൂപ്പുകളെ വളരെ ആസൂത്രിതമായി നയിച്ചിരുന്ന ഇദ്ദേഹത്തിന് ഈ സംഘടിത ശൃംഖലയുടെ ഓരോ നീക്കങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരുന്നു. തഗ്ഗുകൾ ഉപയോഗിച്ചിരുന്ന രഹസ്യഭാഷയായ റാമാസി പൂർണ്ണമായും കൈകാര്യം ചെയ്യാനും വിവിധ പ്രദേശങ്ങളിലെ തഗ്ഗുകളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 1830 ക്യാപ്റ്റൻ വില്യം ഹെൻറി സ്ലീമൻ നയിച്ച സൈനിക വിഭാഗത്തിന്റെ പിടിയിലാകുന്നതുവരെ ഇദ്ദേഹം ഭരണകൂടത്തിന് വലിയ ഒരു തലവേദനയായി തുടർന്നു. പിടിയിലായതിനുശേഷം തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി ഇദ്ദേഹം ബ്രിട്ടീഷ് അധികാരികളുമായി ഒരു വ്യവസ്ഥയിലേർപ്പെടാൻ തയ്യാറാവുകയായിരുന്നു. താൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ എല്ലാ വിവരങ്ങളും കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്താമെന്നും അതിനു പകരം തന്റെ ശിക്ഷയിൽ ഇളവു നൽകണമെന്നുമായിരുന്നു ഇദ്ദേഹം മുന്നോട്ടുവച്ച ആവശ്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ നിർദ്ദേശം സ്വീകരിക്കുകയും ഫെറിംഗിയ എന്ന വ്യക്തിയെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാപ്പുസാക്ഷിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് അദ്ദേഹം നൽകിയ വിവരങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. തങ്ങളോടൊപ്പം ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്ന പല പ്രമുഖരുടെയും പേരുവിവരങ്ങൾ അദ്ദേഹം ഓരോന്നായി വെളിപ്പെടുത്തി. തഗ് സംഘങ്ങളിലെ നേതാക്കൾ ആരൊക്കെയാണെന്നും അവരുടെ ശൃംഖല എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. ഇതുകൂടാതെ വനപാതകളിൽ ഇരകളെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ എവിടെയെല്ലാമാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന കൃത്യമായ സ്ഥലങ്ങളും അദ്ദേഹം അധികാരികൾക്ക് കാണിച്ചുകൊടുത്തു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകളിൽ 100 കണക്കിന് അസ്ഥികൂടങ്ങളാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് കണ്ടെത്താൻ സാധിച്ചത്. ഇത് തഗ്ഗുകളുടെ വിനാശത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയ തെളിവായി മാറുകയായിരുന്നു. പല ജനപ്രിയ കഥകളിലും വായുവിൽ അലിഞ്ഞുപോയ കൊലയാളി എന്ന രീതിയിൽ ഫെറിംഗിയ എന്ന പേര് ചിത്രീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇദ്ദേഹം തടവിൽ നിന്നും ദുരൂഹമായി അപ്രത്യക്ഷനായത് എന്നത് പൂർണ്ണമായും ഒരു തെറ്റായ പ്രചാരണമാണ്. 1830 അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് സംരക്ഷണയിൽ തന്നെയാണ് തുടർന്നത്. തങ്ങളുടെ ഏറ്റവും മികച്ച വിവരസ്രോതസ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മറ്റ് തടുകളിൽ നിന്നും വലിയ തോതിലുള്ള വധഭീഷണികൾ നേരിടേണ്ടി വന്നിരുന്നു. സഹപ്രവർത്തകരെ ഒറ്റിക്കൊടുത്ത വ്യക്തി എന്ന നിലയും തഗ് വിഭാഗങ്ങളിൽ അവശേഷിച്ചിരുന്ന പലരും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത്
ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പ്രത്യേക കാവലും സുരക്ഷിതമായ താമസസ്ഥലവും ജയിലിനുള്ളിൽ തന്നെ ഒരുക്കിയിരുന്നു. കനത്ത സുരക്ഷയുള്ള ജയിലുകളിലൊന്നായ ജുബ്ബൽപൂർ എന്നിന്നത്തെ ജാബൽപൂർ ജയിലിലാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും കഴിച്ചുകൂട്ടിയത്. ജബ്ബൽപൂർ ജയിലിലെ തടവുകാരനായിരിക്കുമ്പോഴും ഫെരിംഗിയ എന്ന വ്യക്തിക്ക് ചില ആനുകൂല്യങ്ങൾ ഭരണകൂടം നൽകിയിരുന്നു. തഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ലക്ഷ്യം കാണുന്നതുവരെ അദ്ദേഹത്തിന്റെ സഹായം ക്യാപ്റ്റൻ സ്ലീമാന് ആവശ്യമായിരുന്നു. ജയിലിൽ പാർപ്പിച്ചിരുന്ന തഗ് കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനും അവരുടെ ചോദ്യം ചെയ്യൽ പ്രക്രിയകൾ സുഗമമാക്കുന്നതിനും അദ്ദേഹം ഒരു പ്രധാന കൺസൾട്ടന്റായി പ്രവർത്തിച്ചു. ഇതുകൂടാതെ തഗ് കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ജബ്ബൽപൂർ ജയിലിൽ സ്ഥാപിച്ച ഒരു പ്രത്യേക വ്യവസായ പരിശീലന കേന്ദ്രത്തിൽ അദ്ദേഹം വിവിധ ജോലികളിൽ സഹായിയായി പ്രവർത്തിച്ചതായും രേഖകളിലുണ്ട്. ചരിത്രത്തിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം വായുവിൽ അലിഞ്ഞുപോയ വ്യക്തിയല്ല അദ്ദേഹം, മറിച്ച് ബ്രിട്ടീഷ് നിരീക്ഷണത്തിലും തടവിലും കൃത്യമായ രേഖകളോടെയാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞിരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ, അതായത് 1855-നോടടുപ്പിച്ച് ഫെരിംഗിയ മരണപ്പെട്ടതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ദീർഘകാലത്തെ തടവുജീവിതത്തിന് ശേഷമാണ് ജയിലിൽ വെച്ചുതന്നെ ഇദ്ദേഹം വാർദ്ധക്യസഹജമായ കാരണങ്ങളാൽ മരണമടയുന്നത്. ഇദ്ദേഹത്തിന്റെ തിരോധാനം ദുരൂഹമാണ് എന്നു പറയുന്നവർ ചരിത്രപരമായ വസ്തുതകളെ മനഃപൂർവ്വം അവഗണിക്കുകയോ അല്ലെങ്കിൽ നാടകീയത സൃഷ്ടിക്കുകയോ ആണ് ചെയ്യുന്നത്. ഇദ്ദേഹം നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ക്യാപ്റ്റൻ സ്ലീമാൻ എന്ന ഉദ്യോഗസ്ഥന് തഗ് അടിച്ചമർത്തൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് മധ്യ ഇന്ത്യയിലെ വ്യാപാരപാതകളെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്ന വലിയ ഒരു കുറ്റകൃത്യ ശൃംഖലയുടെ അന്ത്യം കുറിക്കാൻ സ്വന്തം ഗ്രൂപ്പിലെ ഒരു പ്രധാന നേതാവിന്റെ ഈ വഞ്ചന തന്നെയാണ് പ്രധാന കാരണമായത് എന്നത് വിരോധാഭാസമായി തോന്നാം. തഗ് അടിച്ചമർത്തലിന് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ വില്യം ഹെൻറി സ്ലീമാൻ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വലിയ പദവികളിലേക്ക് ഉയർത്തപ്പെടുകയുണ്ടായി. തഗ്ഗുകളെ പൂർണ്ണമായും ഇല്ലാതാക്കിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ബ്രിട്ടീഷ് ചരിത്രത്തിൽ വലിയ രീതിയിൽ ആദരിക്കപ്പെട്ടു. ഇന്ത്യയിലെ വനപാതകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ വലിയൊരു നേട്ടമായി അക്കാലത്ത് ചിത്രീകരിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കടന്നുവന്ന തഗ് എന്ന വാക്ക് ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നത് ഇതിന്റെ ആഗോളതലത്തിലുള്ള സ്വാധീനത്തെ കാണിക്കുന്നു. തഗ്ഗുകൾ ഉപയോഗിച്ചിരുന്ന പല രീതികളും പിന്നീട് ലോകമെമ്പാടുമുള്ള പല കുറ്റാന്വേഷകരും മാതൃകയാക്കുകയും പഠനവിഷയമാക്കുകയും ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ ആയുധങ്ങളും ഉപയോഗിക്കാതെ, വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാതെ, കേവലം ഒരു പട്ടുതുണികൊണ്ട് നിമിഷനേരം കൊണ്ട് ഇരകളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഇവരുടെ രീതികൾ ലോക കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരേടാണ്. മനുഷ്യരുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം അവരെ ചതിയിലൂടെ ഇല്ലാതാക്കുന്ന ഇവരുടെ തന്ത്രം തന്നെയാണ് ഇവരെ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരികളായ സംഘമാക്കി മാറ്റിയത്.